യുവതിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ 4 സ്ത്രീകൾ ഉൾപ്പെടെ 6 പ്രതികൾ പിടിയിൽ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തു നിന്ന് സ്ത്രീയെ ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് സ്വർണ്ണാഭരണം കവർന്ന ശേഷം വഴിയിലിറക്കി വിട്ടെന്നാണ് കേസ്. ആക്രമണത്തിൽ യുവതിക്ക് മുഖത്ത് ഗുരുതര പരിക്കുണ്ട്. കുന്നമംഗലം സ്വദേശിനിയായ യുവതി പുതിയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലെ ക്ലീനിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മിൽമ ബൂത്തിനടുത്ത് നിൽക്കുകയായിരുന്നു. യുവതിക്ക് കണ്ടുപരിചയമുള്ള പ്രതിയായ മറ്റൊരു സ്ത്രീ പെരിങ്ങളത്തേക്ക് പോകുകയാണ്, കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റി. ഇവരെ കണ്ടുപരിചയമുള്ളതിനാൽ ഒപ്പം കയറുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. എന്നാൽ പ്രതികൾ കവർച്ച നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. യാത്ര തുടങ്ങിയ ശേഷം പ്രതികൾ യുവതിയെ ആക്രമിക്കുകയും വായയുടെ ഭാഗത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തു. 1.25 പവന്റെ മാലയും 2.5 പവന്റെ പാദസരവും 1 പവന്റെ ബ്രേസ്ലെറ്റും പൊട്ടിച്ചെടുത്ത ശേഷം യുവതിയെ ചേവായൂരിൽ ഇറക്കിവിട്ട് പ്രതികൾ മുങ്ങി. അക്രമത്തിൽ യുവതിയുടെ മുൻവശത്തെ 4 പല്ലുകൾ പറിഞ്ഞുപോയി. യുവതി നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കാക്കൂർ സ്വദേശിനി റഹ്മത്ത്, എറണാകുളം സ്വദേശി അനിൽകുമാർ, അന്നശ്ശേരി സ്വദേശി സുഹറ, കല്ലായി സ്വദേശിനി ഐഷ, വെള്ളയിൽ സ്വദേശിനി സൗദ, മുക്കം സ്വദേശി സുബിരാജ് എന്നിവരാണ് കസബ പോലീസിന്റെ പിടിയിലായത്. സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വരുന്ന സ്ത്രീയെ കെണിയിൽപ്പെടുത്തി ആഭരണം കൈക്കലാക്കാൻ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നതായി പ്രതികൾ മൊഴി നൽകി. 2 ഓട്ടോറിക്ഷകളിലായാണ് പ്രതികൾ സഞ്ചരിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ആദ്യം രാമനാട്ടുകരയിലെ ഒരു ജ്വല്ലറിയിൽ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വാങ്ങാൻ തയ്യാറാകാത്തതിനാൽ കമ്മത്ത് ലൈനിലുള്ള മറ്റൊരു കടയിൽ വിറ്റ് പണം വാങ്ങി. 3,80,000 രൂപയ്ക്കാണ് സ്വർണം വിറ്റത്. ഇതിൽ 3,30,000 രൂപ പ്രതികൾ പങ്കിട്ടെടുത്തു. 2 ലക്ഷത്തിലധികം രൂപ പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.